Hi friends, welcome to Sheiba's Recipes. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല രുചിയിലും റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് 160 ഗ്രാം ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ചൂടായ പാനിലോട്ട് ഇട്ടിട്ട് 3 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇത് റോസ്റ്റ് ചെയ്ത റവയാണ്. അപ്പോൾ കടയിൽ നിന്ന് റോസ്റ്റഡ് റവ കിട്ടിയാലും ഇതുപോലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഒന്ന് മാറ്റാം. ഈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറട്ടെ. മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇത് കുറച്ചൊന്ന് വഴന്ന് വരട്ടെ. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ നിറമൊക്കെ കുറച്ചൊന്ന് മാറണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പൊടിയായിട്ട് അരിയണം. മീഡിയം സൈസിൽ 1 ക്യാരറ്റ്. പിന്നെ ബീൻസ് അരിഞ്ഞത് ചെറുതായിട്ടൊന്ന് അരിയണം. 7-8 ബീൻസ്. ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം, ഒരു 1/4 കപ്പൊക്കെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 3 കപ്പ് വെള്ളം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം. നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ലൈറ്റായിട്ടൊന്ന് അറിയണം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ നല്ലതായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് റവ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വെള്ളം വറ്റുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ സമയത്ത് ഇതിലോട്ട് 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 നുള്ള് മതി. അതുപോലെ ചെറിയൊരു ലെമണിൻ്റെ പകുതി ജ്യൂസ്, 1 ടീസ്പൂൺ കാണും. ഇതിപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് നേരമൊക്കെ അടച്ചു വെക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല സോഫ്റ്റ് ഉപ്പുമാവ്. ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. അതുപോലെ ഞാൻ 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 8-10 കാഷ്നട്ട് ഒന്ന് വറുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ശകലം ഇടുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവരും ഇടണ്ട. ഈ സമയത്തിലൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെജിറ്റബിൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉപ്പുമാവ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.